കമ്മ്യൂണിസ്റ്റ് തുർക്കി രാഷ്ട്രീയ ദിശയും സാമൂഹിക മാറ്റങ്ങളും എന്ന വിഷയമാണ് നമ്മൾ സംസാരിക്കുന്നത്. കമാലിസത്തെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങുമ്പോൾ മുസ്തഫ കമാൽ പാഷ മലയാളികൾക്ക് അല്ലെങ്കിൽ മലബാറികൾക്ക് ഏറെ പ്രിയങ്കരനായിരുന്നു എന്നത് പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ ചർച്ച തുടങ്ങേണ്ടത്. ഖിലാഫത്ത് മൂവ്മെൻറ്റ് ശക്തമായിരുന്ന കാലം 1919 ബോംബെയിൽ തുടങ്ങി 1924 പകുതി വരെയെങ്കിലും നീണ്ടു നിന്നിരുന്ന ഖിലാഫത്ത് മൂവ്മെൻറ്റ് പ്രക്ഷോഭം. ആ ഇടയിൽ നമ്മുടെ ഇവിടെ 1920-കളിൽ 20-21-കളിൽ വാര്യൻകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയും ആലി മുസ്ലിയാരുമൊക്കെ അടക്കം ഒരു ചെറിയ മലയാള രാജ്യമെന്ന പേരിൽ ഒരു ഭരണകൂടം ഇവിടെ സ്ഥാപിക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ശക്തമാവുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ ഉസ്മാനി ഭരണകൂടവുമായി ചില കൊടുക്കൽ വാങ്ങലുകളും ഇവർ നടത്തിയതായി നമുക്ക് ചരിത്രത്തിൽ കാണാം. നിങ്ങൾ മലബാർ പ്രക്ഷോഭ ചരിത്രം വായിക്കുമ്പോൾ അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. 1920-കളിൽ കോഴിക്കോട് ഹിദായത്ത് സഭയിൽ ഒരു മീറ്റിംഗ് കൂടുന്നു. മൗലാന അബുൽ കലാം ആസാദിൻ്റെ തർക്കി മുവാലത്ത് അടക്കമുള്ള രചനകൾ, ബഹിഷ്കരണം പ്രത്യേകം എടുത്ത് പറയുന്ന രചനകൾ ഇവിടെ ചർച്ച ചെയ്യുകയും അതിൻ്റെ കൂടെ കമാൽ പാഷ മലബാറിലെ കേരളത്തിലെ ഖിലാഫത്ത് പ്രക്ഷോഭകർക്ക് സമര പോരാളികൾക്ക് സലാം അറിയിച്ചതായി പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ അതിന് സലാമിന് മറുപടിയായി അവിടെ ഉണ്ടായിരുന്ന പ്രക്ഷോഭ നേതാക്കന്മാർ കമാൽ പാഷയ്ക്ക് ഒരു വാൾ സമ്മാനമായി കൊടുക്കുകയും ചെയ്യും എന്ന് അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ഞാനിവിടെ പറഞ്ഞത് കമാൽ പാഷയെ പ്രത്യേകിച്ച് ഇസ്ലാമിക് സ്റ്റഡീസ് രചനകളിൽ അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റഡീസ് സ്ഥാപനങ്ങളിലുമെല്ലാം പൊതുവെ മുസ്ലിം സംഘടനകളിലുമെല്ലാം പ്രസിദ്ധീകരണങ്ങളിലുമെല്ലാം ചിത്രീകരിക്കുന്നത് ഖിലാഫത്തിൻ്റെ അന്തകൻ എന്ന ഒരു തരത്തിലാണ്. അതിനൊരു യാഥാർത്ഥ്യവുമുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഖിലാഫത്തിന് വേണ്ടി പോരാടിയ അല്ലെങ്കിൽ ഇന്നത്തെ തുർക്കിയെ ഒരു കോളനി ആക്കുന്നതിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തിയ ഒരു കമാൽ പാഷയും അങ്ങനെ ഒരു ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. മുസ്തഫ കമാൽ പാഷ 1919-കളിലാണ് ഖിലാഫത്തിൻ്റെ മിലിറ്ററിയുടെ ജനറലായി അധികാരത്തിലേക്ക് എത്തുന്നത്. അപ്പോഴും ഖിലാഫത്തിൻ്റെ മിലിറ്ററി ജനറലാണ്. അദ്ദേഹത്തിന് ഗാസി അൽ ഇസ്ലാം എന്ന പൊസിഷനാണ് ഖിലാഫത്ത് അല്ലെങ്കിൽ ഖലീഫ പതിച്ചു നൽകിയത്. ഈ ഗാസി എന്നുള്ള പദം നിങ്ങൾ പ്രത്യേകം അറിയേണ്ട ഒരു പദപ്രയോഗമാണ്. ഗസ്വത്ത് എന്നത് പ്രൊഫറ്റ് മുഹമ്മദ് പങ്കെടുത്ത യുദ്ധങ്ങളെ വിളിക്കുന്ന പേരാണ്. അതിൽ പങ്കെടുത്തവരെ ഗാസി എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ വിശദീകരിക്കുന്നത്. അവിടെ അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പേരിലോ അല്ലെങ്കിൽ മുസ്ലിം ഭരണകൂടങ്ങളുടെ പേരിലോ യുദ്ധം നടത്തുന്നവരെ അല്ലെങ്കിൽ അതിന് നേതൃത്വം വഹിക്കുന്നവരെ മിലിറ്ററി ജനറൽസിനെ പ്രത്യേകിച്ച് ഗാസി എന്നുള്ള പദമാണ് നൽകുക. അതുകൊണ്ട് തന്നെ കമാൽ പാഷയ്ക്ക് ഗാസി അൽ ഇസ്ലാം എന്നുള്ള പേരായിരുന്നു ഖിലാഫത്ത് നൽകിയിരുന്നത്. ഞാൻ ഈ ഒരു ചരിത്രം പറയുന്നത് നമ്മൾ കമാലിസം എന്നുള്ള ആ ഒരു ചർച്ച മുസ്തഫ കമാൽ പാഷ എന്ന ആളുടെ പേരിനോട് ചേർത്തുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ രാഷ്ട്രീയ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 2 ഘട്ടങ്ങളുണ്ട്. അതിലൊന്ന് ഖിലാഫത്തിന് വേണ്ടി പ്രവർത്തിച്ച ഘട്ടം, രണ്ടാമത് മോഡേൺ തുർക്കിയുടെ സ്ഥാപനവും അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിഷ്കരണങ്ങളുമാണ്. അതിൽ ഈ ആദ്യ ഘട്ടത്തിൽ ഖിലാഫത്തിൻ്റെ സൈനിക ജനറലായി വരികയും ആ സൈനിക മേധാവിയായിരിക്കെ ലോകത്തിൻ്റെ വിവിധ മുസ്ലിം ഭാഗങ്ങളുമായി നല്ല ബന്ധം പുലർത്തുകയും പ്രത്യേകിച്ച് ഇന്ന് കേരളത്തിലെ മുസ്ലിം ജനതയുമായി ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടം നടത്തുന്ന മലബാറിലെ മുസ്ലിം നേതാക്കളുമായും നല്ല ബന്ധമുണ്ടായിരുന്ന ആളും കൂടിയായിരുന്നു. നിങ്ങൾ കുറച്ചും കൂടി 1920-22 എത്തുമ്പോൾ അവിടെയാണ് തുർക്കി എന്നത് ഖിലാഫത്ത് എന്നതിൽ നിന്ന് തുർക്കിയിലേക്ക് മാറുന്ന ഒരു നിമിഷം 1922-കളുടെ ആ ഒരു പശ്ചാത്തലത്തിലാണ്. അവിടെ അവർ നാഷണൽ അസംബ്ലി രൂപീകരിക്കുന്നുണ്ട്. 1922 അവർ സൽത്തനത്ത് എന്ന് പറയുന്ന ഒരു പൊസിഷൻ എടുത്തു കളയുന്നു. ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ ചർച്ചയിൽ 2 പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ ടേംസ് ഉണ്ട്. അതൊന്ന് സൽത്തനത്തെ ഉസ്മാനിയ, 2 ഖിലാഫത്തെ ഉസ്മാനിയ എന്ന 2 പദപ്രയോഗങ്ങളാണ്. ഈ സൽത്തനത്ത്, അതായത് സുൽത്താനേറ്റ്,
സൽത്തനത്ത് എന്ന് വെച്ചാൽ അധികാരമുള്ള ഘടനയ്ക്കാണ് സൽത്തനത്ത് എന്ന് പറയുക, പൊളിറ്റിക്കൽ അതോറിറ്റിക്കാണ് സൽത്തനത്ത് എന്ന് പറയുക. ഖിലാഫത്ത് എന്ന് പറയുന്നത് റിലീജിയസ് അതോറിറ്റിക്കാണ് പറയുക. അപ്പോൾ സൽത്തനത്ത് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നീട് ബാക്കിയാവുന്നത് ഖിലാഫത്ത് മാത്രമാണ്. അതിന് പൊളിറ്റിക്കൽ പവറില്ല. അതോടുകൂടി പിന്നീട് സംഭവിക്കുന്നത് ഒരു പാവ ഗവൺമെൻറ് എന്ന് നമ്മൾ വിളിക്കുന്ന നോമിനൽ ഒരു പദം അധികാരം മാത്രമുള്ള ഖലീഫയായി പിന്നീട് 22 മുതൽ 24 വരെ നീണ്ടു നിന്ന ഒരു സ്ഥാനപ്പേര് മാത്രമേ ഉള്ളൂ. അധികാരം മുഴുവൻ നിർവഹിച്ചത് കമാൽ പാഷയുടെ കീഴിലുണ്ടായിരുന്ന യുവ തുർക്കികളാണ്. ഈ രണ്ട് ഘട്ടം നിങ്ങൾ പ്രത്യേകം തിരിച്ചറിയണം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കമാൽ പാഷ 1922 ആ ഒരു ഘട്ടത്തിൽ സൽത്തനത്ത് എടുത്ത് കളയുകയും പിന്നീട് ആധുനിക തുർക്കിയുടെ രൂപീകരണത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, കമാൽ പാഷ ഖിലാഫത്തിൻ്റെ തന്നെ മിലിറ്ററി ജനറലാണ്. കാരണം അപ്പോഴും ഖിലാഫത്ത് ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലോകത്ത് ഇന്ന് ഇന്ത്യയിൽ അല്ലാമ ഇഖ്ബാൽ അടക്കം കമാൽ പാഷയെ ഹീറോ ആയിട്ടാണ് പരിഗണിച്ചിരുന്നത്. ആ സമയത്ത് തുർക്കിയിൽ ഉസ്മാനിയ ഖിലാഫത്തിൽ അവശേഷിച്ചിരുന്ന, പിന്നീട് എവർലാസ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഇസ്ലാമിക ലോകത്ത് തന്നെ ഉണ്ടാക്കിയിരുന്ന ബദിയുസ്സമാൻ സയ്യിദ് നൂർസി എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ ബദിയുസ്സമാൻ സയ്യിദ് നൂർസി എന്ന് പറയുന്ന പണ്ഡിതൻ പോലും കമാൽ പാഷയുടെ നേതൃത്വത്തെ അംഗീകരിച്ച ആളും കൂടായിരുന്നു ഈ 22-ന് ശേഷമുള്ള ഒരു പശ്ചാത്തലം. അപ്പോൾ ഒരേ സമയം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ അല്ലാമ ഇഖ്ബാലിനെ പോലുള്ള പണ്ഡിതന്മാരും ബുദ്ധിജീവികളും ഫിലോസഫേഴ്സും കമാൽ പാഷയെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഹീറോയിസം സമ്മതിച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ അന്ന് ഉസ്മാനികൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രധാന പണ്ഡിതനായിരുന്ന സയ്യിദ് നൂർസി അടക്കമുള്ള ആൾക്കാർ അദ്ദേഹത്തിന് പരിപൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിലൂടെയാണ് ആ ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഗ്രീസ് ബ്രിട്ടീഷ് ഒരു സഖ്യം ബാക്കി വന്ന തുർക്കി പ്രദേശത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. പക്ഷേ കമാൽ പാഷയുടെ ആ പ്രതിരോധം കാരണം അവർക്ക് തിരിച്ചു മടങ്ങേണ്ടി വന്നു. അത് കമാൽ പാഷയെ മുഴുവൻ ഭാഗത്തെയും ഒരു ഹീറോയായി കൂടുതൽ ആൾക്കാർ അംഗീകരിക്കാൻ കാരണമാകുന്നു. നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്, ഇന്ന് നമുക്കറിയാം വെസ്റ്റ് ഏഷ്യയിലെ പശ്ചിമേഷ്യൻ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും ഒരു ഘട്ടത്തിൽ കോളനികളായിരുന്നു. ഫ്രഞ്ചിൻ്റെയോ ഇറ്റാലിയൻസിൻ്റെയോ അല്ലെങ്കിൽ ഡച്ച്, പോർച്ചുഗീസ്, പിന്നീട് അമേരിക്ക, അതിനു മുമ്പ് ബ്രിട്ടീഷ് ഭരണകൂടങ്ങളുടെയും സാമ്രാജ്യങ്ങളുടെയും കോളനികളായിരുന്നു. പക്ഷേ തുർക്കി ഒരിക്കലും കോളനി ആയിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം മുസ്തഫ കമാൽ പാഷ ആ ഭാഗത്തെ സംരക്ഷിച്ചു നിർത്തി എന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മോഡേൺ തുർക്കിയിൽ കമാൽ പാഷയെ അത്താതുർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത്ത എന്ന് വെച്ചാൽ ഫാദർ, പിതാവ് എന്നാണ് അർത്ഥം. തുർക്കികളുടെ പിതാവ് എന്ന് അവിടുത്തെ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ പോലും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കമാൽ പാഷയെ, മുസ്തഫ കമാൽ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹത്തെ അംഗീകരിക്കാൻ പ്രധാനപ്പെട്ട കാരണം ആധുനിക തുർക്കിയെ കോളനിയാക്കുന്നതിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തി എന്നതാണ്. ഈ ഒരു ഘട്ടം വരെയാണ് നമ്മൾ കമാൽ പാഷയെ ഒരുപക്ഷെ ലോകത്തിലെ ആൾക്കാർ, പ്രത്യേകിച്ച് ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാരും ബുദ്ധിജീവികളും ഫിലോസഫേഴ്സും ആക്ടിവിസ്റ്റുകളെല്ലാം കമാൽ പാഷയെ അംഗീകരിക്കാൻ കാരണമാവുന്നത് തുർക്കിയെ സംരക്ഷിച്ചു നിർത്തി എന്ന് വരെയുള്ള ഘട്ടത്തിലാണ്. പിന്നീട് 1924 മാർച്ച് 3-ാം തീയതി ബാക്കി വന്ന ഖിലാഫത്ത് എന്ന് പറയുന്ന സ്ഥാനത്തെയും എടുത്തു കളയുകയും റിപ്പബ്ലിക് ഓഫ് ടർക്കി എന്ന് പറയുന്ന ആധുനിക തുർക്കിയുടെ രാഷ്ട്രപ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നു. അതോടുകൂടി തുർക്കി എന്നത്, ഖിലാഫത്ത് എന്നത് ആ സ്ഥാനം മാറുകയും അത് ആധുനിക തുർക്കിയായി രൂപപ്പെടുകയും ചെയ്യുന്നു. ഈ ഒരു ഘട്ടം മുതൽ അദ്ദേഹത്തിൻ്റെ 1938 മരണം വരെ നിരവധി പരിഷ്കരണങ്ങളാണ് തുർക്കിയിൽ അദ്ദേഹം നടത്തിയത്. അതിൽ ഓരോന്നോരായി നമുക്കൊന്ന് എടുത്തു നോക്കാം. വസ്ത്രം, അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രഭാഷണങ്ങൾ ഇപ്പോൾ നമുക്ക് കാണാം. അതിൽ വസ്ത്രം പ്രധാന വിഷയമായി അദ്ദേഹം കാണുന്നുണ്ട്. കാരണം ഈ പരിഷ്കരണങ്ങളൊക്കെ നടത്തുന്നതിന് പ്രധാന ഒരു ചാലകശക്തിയായ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് യൂറോപ്യൻ രാഷ്ട്രമായി തുർക്കിയെ മാറ്റുക എന്നതായിരുന്നു. യൂറോപ്യൻ കമ്മ്യൂണിറ്റിയിൽ അംഗത്വം എടുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം. അതിനുവേണ്ടി മോഡേണൈസേഷൻ പ്രൊജക്റ്റ് നടപ്പിലാക്കി എന്നതായിരുന്നു അദ്ദേഹം ചെയ്തത്. കാരണം മുസ്ലിം എലമെൻറ്റുകൾ, മുസ്ലിം ചരിത്രം, മുസ്ലിം ഭാഷ, മുസ്ലിം ഭക്ഷണം, വസ്ത്രം, കസ്റ്റംസ്, മറ്റ് അടക്കമുള്ള വിവിധ ചട്ടങ്ങളുമെല്ലാം
തുർക്കിയെ യൂറോപ്യൻ ആവുന്നതിൽ നിന്ന് തടയുന്നു എന്നായിരുന്നു അദ്ദേഹം ചിന്തിച്ചത്. പ്രധാനമായും ഇസ്ലാമിനെ തന്നെ ബാക്ക്വേർഡായ ഒരു കസ്റ്റം, ഒരു സിന്തസിസ് മാത്രമാണ്, പിന്നോക്കം സമൂഹത്തെ പിന്നിലേക്ക് നയിക്കുന്ന ഒരു കസ്റ്റം, ഒരു ട്രഡീഷൻ മാത്രമാണ് ഇസ്ലാം എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ നിരവധി പ്രഭാഷണങ്ങളിൽ നമുക്കത് കാണാം. ഒരുപാട് രചനകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കളക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിലെല്ലാം അദ്ദേഹം അത് പ്രത്യേകം എടുത്ത് പറയുന്നു. ഈ നമ്മൾ തുർക്കി അന്ന് എത്തി നിൽക്കുന്ന കോലം ഇങ്ങനെ ആവാൻ കാരണം ഇസ്ലാമാണ്, മുസ്ലിങ്ങളാണ്, ഖലീഫമാരാണ്. അതുകൊണ്ട് ഇതൊക്കെയും തൂത്തെറിഞ്ഞുകൊണ്ട് യൂറോപ്യൻ ആവുന്നതോടുകൂടി നമ്മൾ കുറച്ചും കൂടി നന്നാകും എന്നായിരുന്നു അദ്ദേഹം സ്വപ്നം കണ്ടത്. പക്ഷേ അത് നടപ്പിലായില്ല എന്ന് നമുക്കിപ്പോഴും കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിനാദ്യം അദ്ദേഹം ചെയ്തത് ഭരണഘടന ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഭരണഘടനയിൽ അദ്ദേഹം തുർക്കിയെ സെക്യുലറിസ്റ്റ് സ്റ്റേറ്റായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് നിരവധി നീണ്ട പ്രോസസ്സ്, അദ്ദേഹത്തിൻ്റെ മരണകാലം 38 വരെയുള്ള കാലം വരെ നീണ്ട പ്രോസസ്സിലൂടെയാണ് അദ്ദേഹം ഈ തുർക്കിയെ മോഡേൺ തുർക്കിയാക്കി മാറ്റുന്നത്. അതിനെ ഭരണഘടന രൂപപ്പെടുത്തുകയും അതിൽ തുർക്കിയുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിയായ സെക്യുലറിസത്തെ, ഫ്രഞ്ച് സെക്യുലറിസത്തെ കടമെടുക്കുകയും ചെയ്തു. സെക്യുലറിസം എന്നതിന് പല മാനങ്ങളുണ്ട്. നമ്മൾ ഇന്ത്യയിൽ പരിചയമുള്ള ഒരു സെക്യുലറിസം ഭരണഘടനാപരമായി നമ്മളൊക്കെയും പറയുന്ന നാനാത്വത്വ ഏകത്വം, എല്ലാവരുടെയും സഹിഷ്ണുതയൊക്കെ പറയുന്ന ഒരു ഇമാജിനേഷനുള്ള ഒരു സെക്യുലറിസം ഇന്ത്യയിൽ ഉണ്ട്, ഭരണഘടനയിലുണ്ട്. ആ സെക്യുലറിസം ആയിരുന്നില്ല കമാൽ പാഷ ചിന്തിച്ചത്. കമാൽ പാഷ മതവിരുദ്ധനായ ഒരാളായിരുന്നു. അദ്ദേഹം ഏത്തിസ്റ്റ് എന്നതിനേക്കാളും അപ്പുറം മതത്തോട് താല്പര്യമില്ലാത്ത ആളായിരുന്നു. ചെറുപ്പത്തിലൊക്കെയും ഭയങ്കര ചില ബാക്ക്ഗ്രൗണ്ടുകൾ, മതപരമായ ബാക്ക്ഗ്രൗണ്ടുകൾ എല്ലാവർക്കും ഉള്ളതുപോലെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് മതവിരുദ്ധനായി മാറുന്ന, ജീവിതത്തിലൊരു അനാർക്കി, ഒരു അരാജകത്വം ജീവിതത്തിൻ്റെ ശൈലിയാക്കി മാറ്റുന്ന ഒരാളായിട്ടും അദ്ദേഹത്തിൻ്റെ ചില ചരിത്രരചനകൾ പറയുന്നുണ്ട്. പിന്നീട് ഇദ്ദേഹം സ്വയം മാറുകയും എന്നിട്ട് ഇസ്ലാമിനെയും അവിടുത്തെ മുസ്ലിം കൾച്ചറിനെയും പ്രധാന കുറ്റവാളിയായി ചിത്രീകരിക്കുകയും അതിന് മറുമരുന്ന് എന്ന നിലയിൽ വെസ്റ്റേൺ സെക്യുലറിസമാണ് ഏറ്റവും നല്ലത് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതിൽ ഫ്രഞ്ച് സെക്യുലറിസമാണ് കടമെടുത്തത്. ഫ്രഞ്ച് സെക്യുലറിസം ലേഷിസം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് ഒരുപക്ഷേ സെക്യുലറിസത്തിൻ്റെ ഏറ്റവും ഭീകരമായ മൂർത്തഭാവമാണ് ഫ്രഞ്ച് സെക്യുലറിസം. അവിടെ മതത്തിനോ മതത്തിൻ്റെ ചട്ടവട്ടങ്ങൾക്കോ കോഡ് ഓഫ് കണ്ടക്റ്റുകൾക്കോ ഒരു സ്ഥാനവുമില്ലാത്തതാണ്. പക്ഷേ ഈ ഫ്രഞ്ച് സെക്യുലറിസം അല്ലെങ്കിൽ വെസ്റ്റേൺ സെക്യുലറിസത്തെക്കുറിച്ച് വീണ്ടും ചില വിമർശന പഠനങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പരിചയപ്പെടേണ്ട ഒരു സ്കോളറാണ് തലൽ അസദ്. അദ്ദേഹത്തിൻ്റെ സെക്യുലറിസത്തെക്കുറിച്ചുള്ള ചില ക്രിട്ടിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ അദ്ദേഹം പ്രത്യേകം എടുത്ത് പറയുന്നത് വെസ്റ്റേൺ സെക്യുലറിസം പോലും അത്രത്തോളം മതവിരുദ്ധമല്ല. വെസ്റ്റേൺ സെക്യുലറിസത്തിൻ്റെ മുഖം ക്രിസ്ത്യാനിറ്റിയാണ്. ക്രിസ്ത്യൻ വിരുദ്ധമെല്ലാം അത് സെക്യുലർ വിരുദ്ധമായിട്ടാണ് ആധുനിക വെസ്റ്റേൺ സെക്യുലറിസം കാണുന്നത് എന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ സെക്യുലർ ക്രിട്ടിക് എന്ന് പറയുന്ന രചനകളും സെക്യുലറിസത്തെക്കുറിച്ചുള്ള രചനകളൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ആദ്യകാലത്ത് സെക്യുലറിസം പടിഞ്ഞാറ് രൂപപ്പെട്ടത് മതവിരുദ്ധമായിട്ടായിരുന്നു. ആ സെക്യുലറിസത്തെയാണ് മുസ്തഫ കമാൽ പാഷ തങ്ങളുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി ആയിട്ടും സ്റ്റേറ്റ് ഐഡിയോളജിയായും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്. പിന്നീട് അദ്ദേഹം വസ്ത്രങ്ങളിലേക്ക് പോയി. നിങ്ങൾ ഏത് കമാൽ പാഷയുടെ ഫോട്ടോ കണ്ടാലും ഈ പാഷ എന്നുള്ള പദം ഖിലാഫത്തിലെ അധികാരവർഗത്തിന്, പ്രമാണിവർഗത്തിന് കൊടുക്കുന്ന സ്ഥാനപ്പേരാണ്. അദ്ദേഹം ഒരു പ്രസിഡൻ്റായി മാറിയ ശേഷം പിന്നീട് പാഷ ഉപയോഗിച്ചിട്ടില്ല. ഖിലാഫത്തിൻ്റെ കാലത്ത് മാത്രമാണ് ആ പാഷ ഉള്ളത്. കമാൽ, മുസ്തഫ കമാലായിരുന്നു പിന്നീട്. അദ്ദേഹത്തിൻ്റെ എല്ലാ ഫോട്ടോകളിലും ഒരു ഹാറ്റ് കാണും, യൂറോപ്യൻ ഹാറ്റാണ്. അത് അദ്ദേഹം അപ്ലൈ ചെയ്യാൻ ശ്രമിച്ചു. അത് മാത്രമല്ല ഹെഡ് സ്കാർഫ് അത് ബാൻ ചെയ്തു. സ്ത്രീകളുടെ നീണ്ട വസ്ത്രം അതില്ലാതാക്കി. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, തുർക്കികൾ ഖിലാഫത്താവുന്നതിന് മുമ്പ് തന്നെ അവിടെ മുസ്ലിം ജനത താമസിക്കുന്ന പ്രദേശമാണ്. ആ ചരിത്രത്തിൽ അവർ പണ്ട് മുതലേ വസ്ത്രം, ഒരു മുസ്ലിം ഒരു കൾച്ചറൽ ഡയമെൻഷൻ എന്ന നിലയിൽ വസ്ത്രം പിന്തുടരുന്നവരാണ്. നൂറ്റാണ്ടുകളായി, ഖിലാഫത്തിന് മുമ്പേ തന്നെ നൂറ്റാണ്ടുകളായി മുസ്ലിം വേഷം ധരിച്ചിരുന്ന ജനതയെ മോഡേൺ ടർക്കി എന്ന് പറയുന്ന പുതിയ രാഷ്ട്രം പ്രഖ്യാപിച്ച ശേഷം പെട്ടുടനെ ചെയ്യുന്നത് വസ്ത്രം ബാൻ ചെയ്യുക എന്നുള്ളതാണ്. എത്രത്തോളം ഒരു സമൂഹത്തിൽ അത് വിപരീത ഫലമുണ്ടാക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് പേർ ജയിലാക്കപ്പെട്ടു. നിങ്ങൾ 1990കളിലെ ചില വീഡിയോ ഇപ്പോഴും യൂട്യൂബുകളിൽ കാണാം. അതിൽ കോളേജുകളിൽ നിന്ന് പെൺകുട്ടികളെ പോലീസ് വലിച്ചിഴിച്ച് പുറത്തു കൊണ്ടുപോകുന്ന ചില സീനുകൾ ഇപ്പോഴുമുണ്ട്.
എത്രത്തോളം എന്നാൽ പെൺകുട്ടികൾ ഹെഡ് സ്കാർഫ് ഇട്ടിട്ട് മുകളിൽ വിഗ് ധരിച്ചുകൊണ്ട് കോളേജിൽ പോകുമായിരുന്നു. അങ്ങനെ വേണ്ടതെന്നുള്ളത് ചർച്ച ആണെങ്കിൽ പോലും അത്രത്തോളം ഒരു ഭീകരാവസ്ഥയെത്തി. ഹെഡ് സ്കാർഫ് ധരിക്കുകയും അതിൻ്റെ മുകളിൽ വിഗ് ധരിച്ചുകൊണ്ട് കോളേജുകളിലും സ്കൂളുകളിലും പോകുന്ന അവസ്ഥകൾ 90കളിൽ വരെയും ഏകദേശം 2000 വരെയെങ്കിലും അത് സജീവമായിരുന്നു. അത്രത്തോളം ഒരു വലിയൊരു എഫക്റ്റ് ഉണ്ടാക്കിയ ഇതിൻ്റെ പരിഷ്കാരമായിരുന്നു അത്. അതിൻ്റെ കൂടെ തുർക്കിയുടെ ഒരു മത ലോകത്തെ നിയന്ത്രിച്ചിരുന്നത് സൂഫി ഗ്രൂപ്പുകളാണ്. പ്രത്യേകിച്ച് അത് നക്ഷബന്ദി ത്വരീഖത്തുകൾ, മൗലാന ജലാലുദ്ദീൻ റൂമിയുടെ മൗലവിയ അല്ലെങ്കിൽ റൂമിയ ത്വരീഖത്ത്, ബക്തഷി ത്വരീഖത്ത്, ഒട്ടുമിക്ക ത്വരീഖത്തുകളും തുർക്കിയിലുണ്ട്. പ്രധാനമായും നക്ഷബന്ദി ത്വരീഖത്താണ് തുർക്കിയിലെ ഏറ്റവും ശക്തമായ ത്വരീഖത്ത്. അതിൻ്റെ വിവിധ ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു. കമാൽ പാഷ എല്ലാ ത്വരീഖത്തുകളെയും ബാൻ ചെയ്തു. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ മുസ്ലിങ്ങളുടെ അന്നത്തെ ഒരു പ്രോട്ടോടൈപ്പ് മൂവ്മെൻറ്റാണ്. അന്നത്തെ ഒരു മുസ്ലിം സംഘാടനത്തിൻ്റെ ഒരു സ്റ്റൈലാണ് ത്വരീഖത്ത്. അതിനെല്ലാം ബാൻ ചെയ്തു. കാരണം ത്വരീഖത്തുകളെ ബാൻ ചെയ്യുന്നതോടുകൂടി മുസ്ലിങ്ങളുടെ ഒരു സോഷ്യൽ മൊബിലിറ്റിയെ, സാമൂഹിക ചലനാത്മകതയെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. കാരണം മുസ്ലിം ലോകത്തെ നിയന്ത്രിച്ചിരുന്നത് തുർക്കിയിൽ ത്വരീഖത്തുകളായിരുന്നു എന്നതുകൊണ്ടും അവരുടെ മദ്രസകളും അവരുടെ ദർഗകളും അവരുടെ ഖാൻഖാഹുകളും അവരുടെ ഗ്യാതറിങ്ങുകളും മജ്ലിസുകളും എല്ലാം അദ്ദേഹം ബാൻ ചെയ്തു. അതോടുകൂടി മുസ്ലിം ചലനാത്മകതയെ, ഒരു ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം ട്രഡീഷൻ്റെ പേരുള്ള മൂവുകളെ കണ്ടെയ്ൻ ചെയ്യാൻ, കൺട്രോൾ ചെയ്യുവാൻ കമാൽ അത്താതുർക്കിന് കഴിഞ്ഞു. അത് നിയമം മൂലം നടപ്പിലാക്കിയ ഒരു പരിഷ്കാരമായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ഭാഷ മാറ്റി. പഴയ തുർക്കിയെ ഒട്ടോമൻ ടർക്കിഷ് ലാംഗ്വേജ് എന്നും പുതിയതിനെ മോഡേൺ ടർക്കിഷ് ലാംഗ്വേജും എന്നാണ് വിളിക്കുന്നത്. പഴയ ഒട്ടോമൻ ടർക്കിഷ് എന്ന് പറയുന്നത് അറബ് പേർഷ്യൻ മോഡലിൽ എഴുതുന്ന ഭാഷയാണ്. അതിനെ കമാൽ പാഷ 1926 ഉള്ളിൽ തന്നെ പുതിയ ഇംഗ്ലീഷ് മോഡലിലേക്കുള്ള, അല്ലെങ്കിൽ ലാറ്റിൻ ഇംഗ്ലീഷ് മോഡലിലേക്കുള്ള ഭാഷ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അത് മദ്രസകളിലും സ്ഥാപനങ്ങളിലും, അതായത് കൺട്രോൾ ചെയ്ത മദ്രസകളിലും സ്കൂളുകളിലും കോളേജുകളിലും അത് ഫോഴ്സ്ഫുള്ളി ഇംപ്ലൈ ചെയ്യുവാൻ അദ്ദേഹം ശ്രമിച്ചു. അതും കൂടാതെ ബാങ്കുവിളി, നമുക്കെല്ലാവർക്കും അറിയാവുന്ന അറബിയിലുള്ള ബാങ്കുവിളി അറബിയിൽ നിന്ന് മാറ്റി ടർക്കിഷിലേക്ക് കൊണ്ടുവന്നു. പള്ളികളിൽ ടർക്കിഷ് ഭാഷയിൽ ബാങ്ക് വിളിക്കുവാൻ തുടങ്ങി. അത്രത്തോളം ഒരു തീവ്ര ദേശീയതയാണ് കമാലിസം മുന്നോട്ട് വെച്ചത്. ഈ കമാലിസം എന്ന് പറയുന്നൊരു ആശയത്തിൻ്റെ പ്രത്യേകത, ദേശീയതയുടെ പ്രത്യേകത, ദേശം, ഭാഷ, അതിൻ്റെ കൂടെ തന്നെ അവർ നിർണ്ണയിക്കുന്ന വസ്ത്രങ്ങളും അവരുടെ ചിട്ടവട്ടങ്ങളും അവരുടെ ചിന്താ രീതികളും ഐഡിയോളജികളും നിറഞ്ഞതാണ് കമാലിസം എന്ന് പറയുന്നത്. കമാൽ പാഷയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട, അല്ലെങ്കിൽ അയാളും അയാളുടെ അനുയായി വൃന്ദവും രൂപപ്പെടുത്തിയ ഒരു ചിന്തയ്ക്കാണ് കമാലിസം എന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭാഷ മാറ്റുക, വേഷം മാറ്റുക, പൊളിറ്റിക്കൽ ഐഡിയോളജി മാറ്റുക, ഇങ്ങനെ വിവിധ മാറ്റങ്ങളാണ് അദ്ദേഹം പതുക്കെ കൊണ്ടുവന്നത്. പിന്നീട് മുഴുവനായും വളരെ ചുരുങ്ങിയ കാലത്തിൽ തന്നെ, ഏകദേശം അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒട്ടോമൻ ടർക്കിഷിനെ പൂർണ്ണമായും റിമൂവ് ചെയ്യുവാനും ആധുനിക തുർക്കി ഭാഷയെ അവിടെ പൂർണ്ണമായും ഇംപ്ലൈ ചെയ്യുവാനും അദ്ദേഹത്തിന് സാധിച്ചു. അത് വല്ലാത്തൊരു പരിഷ്കാരമായിരുന്നു, വളരെ ദ്രോഹമായിരുന്നു. എന്നാലും മിലിറ്ററി ഉപയോഗിച്ചുകൊണ്ട് തന്നെ വിവിധ ഭാഗത്ത് അത് ചെയ്തു. ഏതെങ്കിലും റൂറൽ ഏരിയയിൽ പോലും ആരെങ്കിലും ഇസ്ലാമിനെയോ ത്വരീഖത്തിനെയോ കുറിച്ച് പറയുകയാണെങ്കിൽ ചാരന്മാരിലൂടെ അവരെ അറസ്റ്റ് ചെയ്യുവാനുമുള്ള സംവിധാനങ്ങളും അദ്ദേഹം അന്ന് ഒരുക്കിയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ബദിഉസ്സമാൻ സഈദ് നൂർസി, ആധുനിക തുർക്കിയുടെ ഒരു ഇസ്ലാമിക നവോത്ഥാനത്തിൻ്റെ നായകൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹം കമാൽ അത്താതുർക്കിൻ്റെ ഈ മൂവുകളെ തിരിച്ചറിയുകയും അദ്ദേഹം കമാൽ അത്താതുർക്കിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് പിൻവലിയുകയും പിന്നീട് ജനങ്ങളിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. നിങ്ങൾ ബദിഉസ്സമാൻ സഈദ് നൂർസിയെക്കുറിച്ച് പ്രത്യേകം പഠിക്കണം. കാരണം അദ്ദേഹമാണ് ആധുനിക തുർക്കിയിൽ എന്തെങ്കിലും ഒരു ഇസ്ലാമികമായ അല്ലെങ്കിൽ മുസ്ലിമായ ട്രഡീഷനോട് അനുഭാവമുള്ള രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെയും സഈദ് നൂർസിയുടെ ചിന്തയുടെയും പ്രവർത്തനത്തിൻ്റെയും ഫലമായിട്ടാണ് സംഭവിച്ചത്. അദ്ദേഹം പിന്നീട് മുഖ്യധാര രാഷ്ട്രീയ പിന്തുണയിൽ നിന്ന് പിൻവലിയുകയും ജനങ്ങളുമായി ഇടപഴകുകയും അദ്ദേഹത്തിൻ്റെ ചില രചനകൾ റിസാലത്തുൻ നൂർ എന്ന പേരിൽ, അല്ലെങ്കിൽ ടർക്കിഷ് ഭാഷയിൽ റിസാലെ നൂർ എന്ന പേരിൽ അദ്ദേഹം ചെറിയ പാംഫ്ലെറ്റുകൾ തയ്യാറാക്കുകയും അത് വീടാനന്തരം, പലപ്പോഴും കഥകൾ പറയുന്നത് അടുക്കളകളിലൂടെയായിരുന്നു അത് വിതരണം ചെയ്തിരുന്നതാണ്.
കാരണം ഫ്രണ്ടിൽ കൂടെ വന്നാൽ പോലീസ് പിടിക്കും. ഒളിച്ചും പാത്തുമാണ് ഈ പേപ്പറുകൾ അദ്ദേഹം വിതരണം ചെയ്തത്. അത് പക്ഷേ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും അത് വലിയ പഠനങ്ങൾക്ക് പിന്നീട് കാരണമായിട്ടുണ്ട്. റിസാലെ നൂറിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങൾ വേറെയുണ്ട്. കാരണം നമ്മൾ ഈ എങ്ങനെയാണ് കമാലിസം രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക തലത്തിൽ, ഭരണതലത്തിൽ ശക്തമാകുമ്പോൾ എങ്ങനെയാണ് അതിനോടൊരു പ്രതിലോമകരമായ റെസ്പോൺസ് മുസ്ലിം അല്ലെങ്കിൽ തുർക്കി സമൂഹത്തിൽ നിന്നുണ്ടാവുന്നത് എന്ന് സമാന്തരമായി നമ്മൾ പഠിക്കണം. അതിൻ്റെ ഭാഗമാണ് ഞാൻ ഈ സയ്യിദ് നൂർസിയെക്കുറിച്ച് പറയുന്നത്. ഇവിടെ ശക്തമായ തീവ്രമായ സെക്കുലറൈസേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ ഒരു സൈഡിൽ കൂടി ജനങ്ങൾക്കിടയിൽ കൂടി വിശ്വാസി മുസ്ലിം അവിടെ, കാരണം 95-7% മുസ്ലിങ്ങളാണ്. വളരെ കുറച്ച് ശതമാനം യഹൂദരും കുറച്ച് ക്രിസ്ത്യൻസും ബാക്കി പാഗൻസ് എന്ന് പറയുന്ന മറ്റു കൺസെപ്റ്റുമാണ് പൊതുവെ ഇന്നത്തെ തുർക്കിയിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു മുസ്ലിം സമൂഹത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ബദിസമാൻ സയ്യിദ് നൂർസി പ്രവർത്തിച്ചത്. അദ്ദേഹത്തിൻ്റെ ഈ ചിന്തകൾ പിൽക്കാലത്ത് വലിയ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകും. അതിലേക്ക് ഞാൻ പിന്നീടെത്താം. ഈ ഒരു സമയത്ത് കമാൽ പാഷ തുർക്കിയിൽ 2 തരം വില്ലൻ മേക്കിംഗ് നടത്തി. 2 വിഭാഗങ്ങളെ വില്ലനൈസ് ചെയ്തു. ഒന്ന്, സയ്യിദ് നൂർസി അടക്കമുള്ള ചിന്താധാര പിൻപറ്റുന്നവരെ, അതായത് ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിം ട്രഡീഷനെ പിൻപറ്റുന്ന ആൾക്കാർ ഒരു എനിമിയായി കണ്ടു, സെക്യുലറിസത്തിൻ്റെ എനിമിയായി കണ്ടു. രണ്ടാമത്, 1922 ശേഷം ഏകദേശം 30 വരെയെങ്കിലും 35-30 വരെയെങ്കിലും അവിടെ കുർദിഷ് വിഭാഗം ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. ഇന്നും തുർക്കിയിലെ പ്രധാനപ്പെട്ട ആഭ്യന്തര വിഷയങ്ങളിൽ ഒന്നാണ് കുർദിഷ് ഐഡൻറ്റിറ്റിയുമായി അവരുമായിട്ടുള്ള ചില ഏറ്റുമുട്ടലുകളും അസ്വാരസ്യങ്ങളും. ഇത് 1920-30 പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു പശ്ചാത്തലത്തിൽ കുർദിഷ് നേതൃത്വം ഉണ്ടായിരുന്നത് ഇസ്ലാമിക പണ്ഡിതന്മാരായിരുന്നു. ഷെയ്ഖ് സയ്യിദ് അൽ കുർദി എന്ന ഒരു പേരിൽ അദ്ദേഹം കുറേ കുർദിഷ് വിഭാഗങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും കമാലിസ്റ്റ് വിപ്ലവങ്ങൾക്കെതിരെയും ഈ പരിഷ്കാരങ്ങൾക്കെതിരെയും പ്രതിഷേധങ്ങൾ ഉണ്ടാക്കുകയും, എന്നാൽ കമാലിസ്റ്റ് ഭരണകൂടം മിലിറ്ററി ഉപയോഗിച്ച് അവരെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. ഇത് 30-40 എത്തുമ്പോൾ കുർദുകൾക്കിടയിൽ പിന്നീട് സജീവമായത് മാർക്സിസ്റ്റ് ചിന്താധാരയാണ്. അതിൽ മാവോയിസമാണ്, പ്രത്യേകിച്ച് മിലിറ്ററി ഉപയോഗിക്കുന്ന മാവോയിസ്റ്റ് ചിന്താധാരയാണ് കുർദുകളിൽ 1940-കളിൽ സജീവമായത്. അത് കമാലിസ്റ്റിനെതിരെയുള്ള റെവല്യൂഷണറി വിഭാഗങ്ങളായി അവർ രൂപാന്തരപ്പെട്ടു. 1940 മുതൽ 2025 വരെയും അതേ ആശയം പിൻപറ്റുന്ന വിവിധ വിഭാഗങ്ങൾ ഭരണകൂട ഭേദമന്യേ തുർക്കി ഗവൺമെൻറ്റിനോട് ഇപ്പോഴും സായുധമായി പോരാടുന്നുണ്ട് എന്നത് നിങ്ങൾ തിരിച്ചറിയണം. അതിന് തുടക്കമിടുന്നതും അതിന് പ്രധാന കാരണമാവുന്നതും കമാൽ പാഷയുടെ പരിഷ്കാരങ്ങളാണ്. കമാൽ പാഷ തുർക്കിഷ് ദേശീയതയെ എടുത്തു പറയുന്ന ആളായിരുന്നു. തുർക്കി ഭാഷ, തുർക്കി പ്രാദേശിക രാഷ്ട്രീയം, തുർക്കി ദേശീയത, തുർക്ക് കൾച്ചർ, തുർക്ക് ഹെറിറ്റേജ്, തുർക്ക് ട്രഡീഷൻ, ഇതിനെ മാത്രം ഫോക്കസ് ചെയ്ത് ചിന്തിച്ച ആളായിരുന്നു. തുർക്കി വിരുദ്ധമായ, തുർക്ക് ദേശീയതയുടെ വിരുദ്ധമായ എന്തൊക്കെയുണ്ടോ അതിനൊക്കെയും തീർച്ചയായും തള്ളിക്കളഞ്ഞ ആളായിരുന്നു. അതുകൊണ്ടാണ് കുർദിഷ് വിഭാഗം, അവർ കുർദ് മറ്റൊരു വംശമാണ്, മറ്റൊരു കൾച്ചറുള്ളവരാണ്, സ്വന്തമായി ഭാഷയുള്ളവരാണ്. അവരെ എല്ലാവരെയും തുർക്കിയുടെ ശത്രുവായിട്ട്, പ്രഖ്യാപിത ശത്രുവായി കമാൽ അത്താതുർക്ക് പ്രഖ്യാപിച്ചു. അങ്ങനെ ഒരു ഭാഗത്ത് മുസ്ലിം പണ്ഡിതന്മാരും മറ്റൊരു ഭാഗത്ത് കുർദിഷ് ദേശീയത ഉയർത്തിവെക്കുന്ന മാവോയിസ്റ്റുകളും ഉയർന്നു വന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് കമാലിസ്റ്റ് അല്ലെങ്കിൽ കമാലിസം എന്ന് പറയുന്നത് അത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രത്യയശാസ്ത്രമാണ്. കമ്മ്യൂണിസ്റ്റുകളല്ല, കമാലിസ്റ്റുകൾ സെക്യുലറിസ്റ്റുകളാണ്, തീവ്ര ദേശീയവാദികളാണ്. അവർ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരാണ്. നമുക്ക് ലോകത്ത് അറിയാവുന്നതുപോലെ ശീതയുദ്ധക്കാലം, അമേരിക്ക 1945 ശേഷം അമേരിക്ക 2ാം ലോകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു വരുന്നു. ഒരു ഭാഗത്ത് 1917 തുടങ്ങിയ USSR റഷ്യയെ കേന്ദ്രീകരിച്ച് ഭരിക്കുന്നു. പിന്നീട് 2 നവലോക ക്രമങ്ങൾ അമേരിക്കയിലും ഒരിടത്ത് USSRലും ഒരേപോലെ പൊങ്ങി വരുന്നു. അവിടെ ശീതയുദ്ധക്കാലം, കോൾഡ് വാർ 1992 വരെ നിലനിൽക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ അമേരിക്ക പശ്ചിമേഷ്യൻ നാടുകളിൽ തങ്ങളുടെ ക്യാപിറ്റലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രത്യയശാസ്ത്രം നടപ്പിലാക്കുവാൻ പ്രധാനമായി ഉപയോഗിച്ചത് രാഷ്ട്രങ്ങളിലൊന്ന് തുർക്കിയായിരുന്നു. തുർക്കിയെ ഉപയോഗിച്ചുകൊണ്ടാണ്
അമേരിക്ക അവരുടെ ക്യാപിറ്റലിസ്റ്റോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രത്യയശാസ്ത്രം നടപ്പിലാക്കാൻ ശ്രമിച്ചത്. കാരണം തുർക്കിയിൽ കമ്മ്യൂണിസ്റ്റുകളായ മാവോയിസ്റ്റുകളാണ് തുർക്കിയിൽ ആഭ്യന്തര ശത്രുക്കളായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രീതിയിലായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾ തുർക്കിയിൽ പ്രവർത്തിച്ചത്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റായ USSRനെ എതിർക്കുവാൻ തുർക്കിയെ തന്നെ അമേരിക്ക ഉപയോഗിക്കുകയും ചെയ്തു. ഇതൊക്കെയും നമ്മൾ ചേർത്ത് വായിക്കേണ്ട കാര്യങ്ങളാണ്. അതിനുവേണ്ടി കമ്മ്യൂണിസ്റ്റുകൾ ഒരു പുതിയ ഇസ്ലാമിക് ഐഡിയ തുർക്കിയിൽ ഉണ്ടാക്കി. അതിന് പറയുന്നത് തുർക്കിഷ് ഇസ്ലാമിക് സിന്തസിസ് എന്ന പേരാണ്. അതായത് തുർക്കിഷ് ദേശീയതയെ അംഗീകരിക്കുന്ന, തുർക്കിഷ് ഭാഷയെ അംഗീകരിക്കുന്ന, പേർഷ്യൻ അറബ് ഭാഷയെക്കാളും അപ്പുറം തുർക്കിഷ് ഭാഷയോട് സ്നേഹവും പ്രേമവുമുള്ള, അതിൻ്റെ കൂടെ തന്നെ അവരുടെ കൾച്ചറിനെയും ഒക്കെ പൊക്കി പറയുന്ന, ഇസ്ലാം എന്ന് പറയുന്നത് തുർക്കിയിലെ ഇസ്ലാമാണ് ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള സിന്തസിസ്. അത് ഉണ്ടാക്കാൻ ഒരു കാരണം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമായ ഒരു ഡിഫെൻസീവ് മെക്കാനിസം രൂപപ്പെടുത്തുക എന്നതായിരുന്നു. USSRനെതിരെയും ഇവിടെ കുർദുകൾക്കെതിരെയും. അതിന് മറ്റൊന്ന്, ഇവിടെ രാഷ്ട്രത്തിനുള്ളിൽ തന്നെയുള്ള ഒരു ഇസ്ലാമികമായ ഒരു പ്രതിരോധത്തെ തളർത്തുക എന്നതും കൂടി ഇവരുടെ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് ഒരു ഒഫീഷ്യൽ ഇസ്ലാമിക് ഒരു മോഡൽ അവരുണ്ടാക്കാൻ ശ്രമിച്ചു. അതിനാണ് തുർക്കിഷ് ഇസ്ലാം എന്നോ അല്ലെങ്കിൽ തുർക്കിഷ് ഇസ്ലാമിക് സിന്തസിസ് എന്നോ വിളിക്കുന്നത്. അതും കമാൽ പാഷ അല്ലെങ്കിൽ കമാൽ അത്താതുർക്കിൻ്റെ വിഭാഗം നേരിട്ട് ചെയ്ത പണിയായിരുന്നു. ഇതിന് അദ്ദേഹം ചെയ്തത് 1930-കളിൽ ദിയാനത്ത് എന്ന് പറയുന്ന ഒരു ഡയറക്ടറേറ്റ് രൂപീകരിച്ചു. റിലീജിയസ് ഡയറക്ടറാണ്, ഒരു മന്ത്രിസഭ എന്ന് ഒരു മിനിസ്ട്രി എന്ന് നമുക്ക് വേണേൽ വിളിക്കാം. അതായത് തുർക്കിയുടെ കാഴ്ചപ്പാടും തുർക്കി ദേശീയതയും അടിസ്ഥാനത്തിലുള്ള അവരുടെ കൺട്രോളിൽ ജീവിക്കുന്ന ഒരു മുഴുവൻ സ്ഥാപനങ്ങളിലും മദ്രസകളിലും പള്ളികളിലും തുർക്കിയുടെ നേതൃത്വത്തിൽ വരുന്ന ഒരു മിനിസ്ട്രി അദ്ദേഹം രൂപീകരിച്ചു. അതിലൂടെ ഈ കമാലിസ്റ്റ് ആശയം പേറുന്നവർ ഉണ്ടാക്കുന്ന ഇസ്ലാമിക് സിന്തസിസുകൾ മാത്രം വ്യാപിപ്പിക്കാനായിരുന്നു അദ്ദേഹം പ്രധാനമായും ശ്രമിച്ചത്. ഈ ഒരു തരത്തിൽ മനസ്സിലാക്കണം, ഞാൻ പറഞ്ഞതുപോലെ ഓരോ റിഫോമുകളും മുസ്ലിം എന്ന് പറയുന്ന തുർക്കിയിൽ ബാക്കിയായ എല്ലാ ബന്ധങ്ങളെയും മുറിക്കുക എന്നതും അതിൻ്റെ കൂടെ തന്നെ ദേശീയതയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു ഇസ്ലാമിക ആഖ്യാനം രൂപപ്പെടുത്തുക എന്നതും ഒരേ സമയം അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഫലം എന്താണെന്ന് വെച്ചാൽ നൂറ്റാണ്ടുകളോളം പക്ക ഒരു മുസ്ലിം, അത് അവിടുത്തെ ജ്യൂസ് ആവട്ടെ ക്രിസ്ത്യൻസ് ആവട്ടെ എല്ലാവർക്കും ഒരു തുർക്കിഷ് വേഷവിധാനമാണ്. ഇന്ന് നമ്മൾ അറേബ്യയിൽ പോയാൽ ഇത് ഏത് മതക്കാരും തിരിച്ചറിയില്ല. കാരണം എല്ലാവരും ആ വലിയ ഡ്രസ്സ് ഇടുന്നവരാണ് പൊതുവെ. അങ്ങനെയാണല്ലോ മനുഷ്യന്മാർ. തുർക്കിയിലും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ കമാൽ പാഷയുടെ ഈ ഇടപെടലുകൾ അല്ലെങ്കിൽ മുസ്തഫ കമാൽ പാഷയും കമാലിസത്തിൻ്റെയും ഇടപെടലുകൾ കാരണം തുർക്കിയെ മോർ യൂറോപ്യൻ എന്ന തരത്തിലേക്ക് മാറ്റി. ഞാൻ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ പണിയൊക്കെ എടുത്തത്. യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന, അന്ന് യൂറോപ്യൻ കമ്മിറ്റി എന്നാണ് അറിയപ്പെടുന്നത്, യൂറോപ്യൻ കമ്മീഷൻ കമ്മിറ്റി എന്ന പേരാണ് അറിയപ്പെട്ടത്. അതിൻ്റെ ആ രാഷ്ട്രീയ സ്വത്വത്തിൻ്റെ ഒരു അംഗമാക്കി മാറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പക്ഷേ 1938 അദ്ദേഹം മരണമടഞ്ഞു. പിന്നീടും കമാലിസ്റ്റ് മിലിറ്ററിയാണ് പല ഭാഗങ്ങളിൽ അവർ ഭരിച്ചത്. ഈ മിലിറ്ററിയുടെ നേതൃത്വത്തിലുള്ള പല ഭരണകൂടങ്ങൾ രൂപപ്പെട്ടു. അവർക്ക് ആർക്കും ഇപ്പോഴും യൂറോപ്യൻ യൂണിയനിലെ മെമ്പർഷിപ്പ് കിട്ടാൻ സാധിച്ചിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം യൂറോപ്പിൽ ശക്തമായ ഇസ്ലാമോഫോബിയാണ്. ഒരു പ്രധാനപ്പെട്ട യൂറോപ്യൻ നേതാവ് ഒരിക്കൽ പ്രഖ്യാപിച്ചു, തുർക്കിക്കെങ്ങാനും യൂറോപ്യൻ യൂണിയനിൽ മെമ്പർഷിപ്പ് കിട്ടുകയാണെങ്കിൽ യൂറോപ്പ് യൂറോപ്യ ആയി മാറും. യൂറോപ്പ് യൂറേബ്യ ആയി മാറും. കാരണം തുർക്കി എന്ന് പറയുന്നത് മുസ്ലിം ഐഡൻറ്റിറ്റിയും സത്വവും എൻറ്റിറ്റിയൊക്കെ പേർന്നവരാണ്. ഒരു യൂറോപ്പിലേക്ക് വന്നാൽ യൂറോപ്പിൻ്റെ ക്രിസ്തീയ മുഖം മാറുകയും അവിടെ ഇസ്ലാമിക മുഖം വ്യാപിക്കുകയും ചെയ്യും. അതുകൊണ്ട് യൂറോപ്യ ആയി മാറും എന്ന തരത്തിലുള്ള ഇസ്ലാമോഫോബിക്കായ ചില പ്രസ്താവനകൾ പോലും പുറപ്പെട്ടു. അതിൻ്റെ ഭാഗമായി ഇതുവരെയും എന്തിൻ്റെ പേരിലാണോ അവിടുത്തെ കൾച്ചറിനെയും ട്രഡീഷനെയും ഹെറിറ്റേജിനെയും തള്ളി ഈ മോഡേണൈസേഷൻ പ്രൊജക്റ്റ് നടത്തിയത്, അതിൽ ഇതുവരെയും കമാലിസത്തിനോ ബാക്കിയുള്ള ഭരണകൂടങ്ങൾക്കോ വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നതും വർത്തമാന യാഥാർത്ഥ്യമാണ്. അതാണ് നമ്മൾ ഈ കമാലിസം ഉണ്ടാക്കിയ ഒരു പ്രശ്നത്തെ ഞാൻ പറഞ്ഞത്. മറ്റൊന്ന്, കുർദിഷ് വിഭാഗങ്ങളെ അത്രയും കാലം 2000 വരെയും വലിയ ശത്രുവായി കണ്ടു. ഇതിന് എതിരെ 1946 ശേഷം കമാലിസ്റ്റ് പാർട്ടിയുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെ ദേശീയ തലത്തിൽ ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾ തുടങ്ങി. 50കൾ
ഒരു പുതിയ രാഷ്ട്രീയ സഖ്യം രൂപപ്പെട്ടു. ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറയുന്ന അദ്നാൻ മെൻഡലസ് എന്ന് പറയുന്ന ഒരു പുതിയ നേതാവിൻ്റെ നേതൃത്വത്തിൽ ഒരു രാഷ്ട്രീയ സഖ്യം രൂപപ്പെടുകയും മൾട്ടി പാർട്ടി സിസ്റ്റം ഉണ്ടാവുകയും രാഷ്ട്രീയ സഖ്യം രൂപപ്പെടുകയും അവർ കമാലിസ്റ്റ് ഭരണകൂടത്തിലുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയെ പരാജയപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ 50കളിൽ കമാലിസത്തിനെതിരെ രാഷ്ട്രീയമായി തന്നെ ഒരു പ്രതിപക്ഷം, ഒരു ശക്തമായ ഒരു സഖ്യം രൂപപ്പെടുന്നു. അതുവരെ രാഷ്ട്രീയ മേഖലയിൽ അവരായിരുന്നു ആധിപത്യം ഉണ്ടായിരുന്നത്. ഈ അദ്നാൻ മെൻഡലസ് വരുന്നതോടുകൂടി പിന്നീട് സംഭവിച്ചത് കമാൽ പാഷ എന്തൊക്കെ ബാൻ ചെയ്തോ അതിനെയൊക്കെ പതുക്കെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിൽ പ്രധാനമായും അദ്ദേഹം ചെയ്തത് തുർക്കി ഭാഷയിലുള്ള ബാങ്ക് വിളിയെ വീണ്ടും പഴയ അറബി ഭാഷയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ മിലിറ്ററി തൂക്കിക്കൊന്നു. അതാണ് പിന്നീട് സംഭവിച്ചത്. 50കളിൽ തന്നെ അദ്ദേഹത്തെ വധിക്കുകയും ചെയ്തു. പബ്ലിക്കലായി തൂക്കിക്കൊല്ലാണ് ചെയ്തത്. കാരണം തുർക്കി ദേശീയതയ്ക്കും തുർക്കി ഭരണകൂടത്തിനും തുർക്കി സെക്കുലറിസത്തിനും എതിരെ പ്രവർത്തിച്ചു എന്ന പേരിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട തുർക്കിയിലെ ആദ്യത്തെ ഭരണാധികാരിയെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് തൂക്കിക്കൊല്ലുകയാണ് കമാലിസ്റ്റ് മിലിറ്ററി നേതാക്കൾ ചെയ്തത്. പിന്നീട് മറ്റ് ഭരണകൂടം, പട്ടാള മിലിറ്ററിയുടെ നേതൃത്വത്തിൽ തന്നെ പുതിയ ഭരണകൂടം ഉണ്ടായി. പക്ഷേ ആ ഭരണകൂടവും കുറച്ചും കൂടി മുസ്ലിം സെൻറ്റിമെൻറ്റുകളെ മാനിക്കുന്നതായി കണ്ടപ്പോൾ 1960 ആദ്യത്തെ പട്ടാള അട്ടിമറി ഉണ്ടായി. അങ്ങനെയാണ് പട്ടാള അട്ടിമറി തുടങ്ങുന്നത്. എല്ലാ പട്ടാള അട്ടിമറികളും 1960 ഉണ്ടാവുന്നു, 1970 ഉണ്ടാവുന്നു, 81 97 4 പട്ടാള അട്ടിമറികൾ 2000 മുമ്പ് സംഭവിക്കുന്നുണ്ട്. ഈ 4 പട്ടാള അട്ടിമറികളും നടത്താനുള്ള പ്രധാന കാരണം അവർ പറഞ്ഞത് തുർക്കിഷ് ദേശീയതയ്ക്കെതിരെയും സെക്യുലറിസത്തിനെതിരെയും ഭരണഘടനയ്ക്കെതിരെയും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ നീക്കം ചെയ്യുക, അത് തുർക്കിയുടെ രാഷ്ട്രീയ സത്തത്തെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. തുർക്കിഷ് ഭരണകൂടത്തെ സംരക്ഷിക്കുക, ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജനകീയമായി തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളെ ഇല്ലായ്മ ചെയ്തത് എന്ന ന്യായമാണ് അവർ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ ഒരു മാറ്റങ്ങൾക്കിടയിൽ തുർക്കിയിൽ സമൂഹതലത്തിൽ കമാലിസ്റ്റുകൾക്കെതിരെ നല്ല അടിയൊഴുക്കുകൾ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ കുർദിഷ് വിഭാഗങ്ങൾക്കിടയിൽ മാവോയിസ്റ്റുകൾ ശക്തമാവുന്നു. അവർ രക്തരൂക്ഷിതമായ കലാപങ്ങൾ, തുർക്കികളെ കൊല്ലുന്നു. തുർക്കിഷ് ദേശീയതയുടെ അംഗീകരിക്കുന്ന കുർദുകളെ കുർദിഷ് ദേശീയവാദികൾ തന്നെ കൊല്ലുന്നു. അതിന് തിരിച്ച് അങ്ങോട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു. അങ്ങനെ ഏകദേശം 1000കണക്കിന് രക്തച്ചൊരിച്ചിൽ ആണ് ഈ തുർക്കിഷ് ഭരണകൂടവും കുർദിഷ് വിഭാഗീയതയും തന്നെ ഉണ്ടായത്. PKK എന്നാണ് അതിന് നേതൃത്വം കൊടുത്ത സംഘടനയുടെ പേര്. കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിൽ വിളിക്കുക. പാർക്കറായ കുർദിസ്ഥാനെ കണ്ണമായ എന്നാണ് അതിൻ്റെ ടർക്കിഷ് വേർഡ്, കുർദിഷ് പദം. കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി എന്നാണ് ഒരു മാവോയിസ്റ്റ് ടീമിൻ്റെ പേര്. അവരുടെ നേതൃത്വത്തിലാണ് ഈ ഭരണകൂട വിരുദ്ധ രക്തരൂക്ഷിത കലാപങ്ങളൊക്കെയും അവർ നടത്തിയത്. പക്ഷേ അതേസമയം തന്നെ 1960കളിൽ ഒരു മുസ്ലിം എലമെൻറ്റ്, രാഷ്ട്രീയ തലത്തിൽ ഒരു മുസ്ലിം എലമെൻറ്റ് ശക്തമായി. അതിന് നേതൃത്വം കൊടുത്തത് ഷെയ്ഖ് സാഹിദ് കോത്കു എന്ന് പറയുന്ന നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ ഷെയ്ഖായിരുന്നു. നമ്മൾ തസവുഫിനെ കുറിച്ച് അല്ലെങ്കിൽ സൂഫിസത്തെക്കുറിച്ച് പൊതുവെ സംസാരിക്കുമ്പോൾ പൊതുവെ ഒരു അരാഷ്ട്രീയവാദികളായ, സാമൂഹ്യ ജീവിതത്തിൽ ഇടപെടാത്ത, അവരുടെ ചില ആചാരാനുഷ്ഠാന കർമ്മങ്ങളുമായി മാത്രം അവരവരുടെ പള്ളികളിലോ ദർഗകളിലോ ഒരുമിച്ച് കൂടുന്ന വിഭാഗങ്ങളായി ആ തരത്തിലുള്ള ഇമേജാണ് പൊതുവേ ഉള്ളത്. പക്ഷേ പ്രത്യേകിച്ച് തുർക്കിയിലെ സൂഫി വിഭാഗങ്ങൾ ഹൈലി പൊളിറ്റിസൈസ്ഡായ വിഭാഗങ്ങളായിരുന്നു. പണ്ടുമായിരുന്നു, പിന്നീടുമാണ്. അതിൽ ഈ നക്ഷബന്ദി ത്വരീഖത്തിൻ്റെ ഷെയ്ഖ് സാഹിദ് കോത്കു, അദ്ദേഹത്തിൻ്റെ പ്രധാന അനുയായികളായ നജിബുദ്ദീൻ അർബക്കാൻ, അതുപോലെ തന്നെ ഓൽബുദ് ഒസാൻ പോലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു, കമാലിസ്റ്റ് വിരുദ്ധമായ ഒരു രാഷ്ട്രീയ പ്രതിനിധാനം തുർക്കി രൂപപ്പെടുത്തേണ്ട ആവശ്യതയുണ്ട്. ആ ആവശ്യതയുണ്ട് എന്ന് പറയുകയും അതിൻ്റെ പേരിൽ നജിബുദ്ദീൻ അർബക്കാൻ്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം രാഷ്ട്രീയ പ്രതിനിധാനം, റെപ്രസെൻറ്റേഷൻ തുർക്കിയിൽ രൂപപ്പെടുകയും ചെയ്തു. അതിനെ മില്ലി ഗോരുഷ് എന്നാണ് വിളിക്കുക. നാഷണൽ ഔട്ട്ലുക്ക് മൂവ്മെൻറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. മില്ലി ഗോരുഷ്, നാഷണൽ ഔട്ട്ലുക്ക് മൂവ്മെൻറ്റ്. ഇദ്ദേഹം അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്റിൻ്റെ പ്രധാന കൺസെപ്റ്റുകളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ ഷെയ്ഖ് സാഹിദ് കോത്കുവിൻ്റെ കൺസെപ്റ്റുകളായിരുന്നു. അതിലൊന്ന് സലാമത്ത്, സെക്യൂരിറ്റി. രണ്ടാമത് നിസാമി എന്ന് വെച്ചാൽ സ്ട്രക്ചർ. മൂന്നാമത്
ഫളീല, സാദത്ത്, റഫ എന്ന് പറഞ്ഞാൽ വെൽഫെയർ, ഫളീലത്ത് എന്ന് വെച്ചാൽ വിർച്യൂ, സാദത്ത് എന്ന് വെച്ചാൽ വിജയം. ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളായിരുന്നു ഷെയ്ഖ് സായിദ് ഖുത്ബിൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫി. അദ്ദേഹം പറഞ്ഞു, ഒരു സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് കമാലിസത്തെ ഇല്ലാതാക്കുകയും കമാലിസത്തിനേക്കാളും അപ്പുറം ഒരു സമൂഹത്തിന് ഒരു സ്ട്രക്ചർ, സംവിധാനം രൂപപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അതാണ് നിസാമി പാർട്ടി എന്ന പേരിൽ നജ്മുദ്ദീൻ അർബക്കാൻ രൂപീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ടേം തന്നെയാണ് ആ പാർട്ടിക്ക് നജ്മുദ്ദീൻ അർബക്കാൻ നൽകിയത്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റാണ് സലാമത്ത്. സമൂഹത്തിൽ സെക്യൂരിറ്റിയും സമാധാനവും വേണം, എന്നാൽ മാത്രമേ ഒരു സുശക്തമായ സുഭദ്രമായ ഒരു സമൂഹത്തെ രൂപപ്പെടുത്താൻ കഴിയൂ എന്ന് ഷെയ്ഖ് സായിദ് ഖുത്ബ് പറഞ്ഞു. അതുകൊണ്ട് പട്ടാള അട്ടിമറി നടത്തി പാർട്ടി ബാൻ ചെയ്തപ്പോൾ രണ്ടാമതുണ്ടാക്കിയ പാർട്ടിയുടെ പേര് സലാമത്ത് പാർട്ടി എന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്തകളെ അതേപോലെ എടുത്തു. പിന്നീട് ആ പാർട്ടിയും ബാൻ ചെയ്തപ്പോൾ നജ്മുദ്ദീൻ അർബക്കാൻ ഉണ്ടാക്കിയ പുതിയ പേരാണ് റഫ പാർട്ടി. റഫ എന്ന് വെച്ചാൽ വെൽഫെയർ, ക്ഷേമം. അതായത് ഷെയ്ഖ് സായിദ് ഖുത്ബിൻ്റെ മറ്റൊരു കൺസെപ്റ്റാണ് സമൂഹത്തിൽ ക്ഷേമരാഷ്ട്രം രൂപപ്പെടണം. അതിന് എല്ലാവരുടെ കയ്യിലും മസ്ദ കാറുണ്ടാവണം, അതായത് ടെക്നോളജി ഉണ്ടാവണം. അത് കാരണം അന്ന് ജപ്പാൻ ഭാഗത്ത് ഏറ്റവും പുതിയ കാറുകളായിരുന്നു മസ്ദ. അത് തുർക്കി പോലുള്ള പ്രദേശങ്ങളിൽ പൊതുവേ വരിക ഒരു പശ്ചാത്തലത്തിലായിരുന്നു. ഒരു സൂഫി ഷെയ്ഖാണ് സമൂഹത്തിൻ്റെ വളർച്ചയിൽ ടെക്നോളജി അനിവാര്യമാണെന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇസ്ലാം എന്ന് പറയുന്നത് ടെക്നോളജിക്കും അതുപോലെ തന്നെ സകലവിധ സാമൂഹ്യ മുന്നേറ്റങ്ങൾക്കും പ്രോഗ്രസിനും എതിരാണെന്ന് കമാലിസ്റ്റ് ചിന്താധാര സമർത്ഥിക്കുമ്പോൾ അതിനെതിരെ നിന്നുകൊണ്ട് ഷെയ്ഖ് സായിദ് ഖുത്ബ് പറയുന്നു, മുസ്ലിങ്ങളുടെ വ്യാപനത്തിനും വളർച്ചയ്ക്കും സുസ്ഥിരമായ നിലനിൽപ്പിനും അത്യാവശ്യം ടെക്നോളജിയാണ്. അതിന് അന്നത്തെ ഒരു മാതൃക അദ്ദേഹം എടുത്തത് മസ്ദ കാറിനെയാണ്. എല്ലാവരുടെ കയ്യിലും മസ്ദ കാറുണ്ടാവണം, എല്ലാവരുടെ കയ്യിലും നിലനിൽക്കാൻ കഴിയുന്ന ലൊക്കുമ, ഭക്ഷണം ഉണ്ടാവണം. ഭക്ഷണം മാത്രമല്ല, നല്ല വസ്ത്രവും നല്ല കാറും ഉണ്ടാവണം. അത് ഈ ഒരു ചിന്ത നജ്മുദ്ദീൻ അർബക്കാനോട് പറയുകയും നജ്മുദ്ദീൻ അർബക്കാൻ പിന്നീട് 1995 ഇലക്ഷനിൽ നിൽക്കുന്നു. ആ ഇലക്ഷനിൽ വെൽഫെയർ പാർട്ടി ജയിക്കുന്നു, അതായത് റഫ പാർട്ടി ജയിക്കുന്നു. 1995 ജയിച്ച് 97 വരെ അദ്ദേഹം പാർട്ടി ഭരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന റിഫോമുകളിലൊന്ന് ടെക്നോളജിയുടെ ഇംപ്ലിമെൻറ്റേഷനായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഉസ്താദായ ഷെയ്ഖ് സായിദ് ഖുത്ബിൻ്റെ പ്രധാന കൺസെപ്റ്റ് ഒന്ന് ടെക്നോളജിയെ സമൂഹത്തിൽ അപ്ലൈ ചെയ്യുക എന്നതായിരുന്നു. നിങ്ങൾ മില്ലി ഒരു നാഷണൽ ഔട്ട്ലുക്ക് മൂവ്മെൻറ്റും തുർക്കിയുടെ രാഷ്ട്രീയ വികാസവും എന്ന് പറയുന്ന വിഷയത്തെ കേന്ദ്രീകരിച്ച് കൂടുതൽ പഠിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ആധുനിക തുർക്കി, അതായത് ഇപ്പോൾ തുർക്കി എങ്ങനെ വളർച്ചയിലേക്ക് എത്തിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെല്ലാം ഒരു കമാലിസ്റ്റ് വിരുദ്ധ ചേരിയുടെയും കമാലിസ്റ്റ് വിരുദ്ധ ചിന്തയുടെയും ഭാഗവും കൂടിയിട്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൻ്റെ ഇടയിൽ 2 സ്ത്രീകളെ പ്രധാനമായും ഞാൻ പരിചയപ്പെടുത്താം. അതിലൊന്ന് ഖാലിദെ അദ്വാർ എന്ന് പറയുന്ന സ്ത്രീയാണ്. കമാൽ അത്താതുർക്കിൻ്റെ പ്രധാന അനുയായിയായ, അവിടുത്തെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രധാന നേതാക്കന്മാരിൽ ഒരാളുടെ ഭാര്യയും കൂടെ ആയിരുന്ന, കമാൽ അത്താതുർക്കിൻ്റെ കമാലിസ്റ്റ് വേണ്ടി ശക്തമായി എഴുതിയ, പ്രസംഗിച്ച, അതിനുവേണ്ടി ശക്തമായി വാദിച്ച സ്ത്രീയായിരുന്നു ഖാലിദെ അദ്വാർ എന്ന് പറയുന്ന സ്ത്രീ. പക്ഷെ പിന്നീട് 30കൾക്ക് ശേഷം ഈ ഖാലിദ എന്നാണ് തുർക്കിയിൽ, അത് ഖാലിദെ എന്നാണ് പറയുക. ഈ ഖാലിദെ കമാലിസ്റ്റ് വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ നേതാവായി മാറി. കമാലിസത്തിൻ്റെ ആളായി മാറിയ ഖാലിദെ സ്കാർഫ് എടുത്ത് കളഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ അവരുടെ ജീവിതത്തിൻ്റെ അവസാനം സ്കാർഫ് ഇട്ട ഖാലിദയായി മാറി. അവർ എത്രത്തോളം എന്നാൽ 1935 ഇന്ത്യയിൽ ജാമിയ മില്ലിയൽ ഇസ്ലാമിയിൽ എത്തുന്നു. ഇവിടെ ഇൻസൈഡ് ഇന്ത്യ എന്ന് പറയുന്ന അവരുടെ ഒരു ബുക്കുണ്ട്. അതിൽ ജാമിയ മില്ലിയൽ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട അവിടെ നടത്തിയ പ്രഭാഷണങ്ങളുടെ ഒരു കളക്ഷൻ നമുക്ക് ആ കിതാബിൽ കാണാം. എങ്ങനെയാണ് കമാലിസത്തെ ഒരു സ്ത്രീ എന്ന നിലയിലും അതുവരെ കമാലിസത്തിൻ്റെ പ്രധാന പ്രയോക്താവായ ഒരു സ്ത്രീ കമാലിസത്തെ എങ്ങനെ ചെറുക്കുന്നു എന്നതൊക്കെയും അവരുടെ രചനകളിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കാരണം സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ച കമാൽ പാഷ എന്നാൽ വ്യക്തി ജീവിതത്തിൽ സ്ത്രീ വിരുദ്ധനായിരുന്നു എന്നതുകൊണ്ടാണ് അവരുടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു അനാർക്കിസ്റ്റായ മനുഷ്യനാണ്. അപ്പോൾ ഇതൊക്കെയും ഖാലിദെ അദ്വാറിനെ കമാൽ അത്താതുർക്കിനെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. മറ്റൊരു സ്ത്രീയാണ് ഷുലെ യുക്സൽ ഷെൻഡർ. ആധുനിക തുർക്കിയിൽ നിങ്ങളിപ്പോൾ ഒരുപക്ഷെ തുർക്കി ആധുനിക സീരീസ് കാണുമ്പോൾ ഒരു സ്കാർഫ് മോഡൽ കാണാം.
ടർക്കിഷ് സ്കാർഫ് എന്നാണ് അത് അറിയപ്പെടുന്നത്. അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആ സ്ത്രീയാണ്. ആധുനിക തുർക്കിയിൽ പുതിയ ഒരു മുസ്ലിം എലമെൻറ്റുകളുള്ള സീരീസുകൾ തുടങ്ങാൻ കാരണക്കാരി ഈ സ്ത്രീയാണ്. അവരുടെ ഒരുപാട് നോവലുകൾ സീരീസായി മാറി. സമൂഹത്തിൽ കമാലിസ്റ്റുകളുടെ ശക്തമായ അറ്റാക്ക് ഉണ്ടായിരിക്കുമ്പോഴും വിവിധ റേഡിയോ ചാനലുകൾ പോയി സംസാരിക്കാൻ തുടങ്ങി. വെൽഫെയർ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായി ഈ സ്ത്രീ മാറി. രാഷ്ട്രീയ മേഖലയിൽ സ്ത്രീകളെ ഏകോപിപ്പിക്കുന്ന, ഓർഗനൈസ് ചെയ്യുന്ന ചുമതല അവർ ഏറ്റെടുത്തു. അതുപോലെ തന്നെ വസ്ത്രവിധാനത്തിൽ ശക്തമായ മാറ്റം വരുത്തുന്ന ഒരു നേതാവായി ആ സ്ത്രീ സ്വയം മാറി. അതേപോലെ അവരുടെ കഥകളും ലേഖനങ്ങളും നോവലുകളും മുഖ്യധാര പ്രസിദ്ധീകരണങ്ങൾ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അവരെ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു അനിഷേധ്യ സാന്നിധ്യമായി അവർ മാറി. പിന്നീട് അതേ നോവലുകൾ സീരിയലുകളായി മാറി. ഹുസൂർ എന്ന് പറയുന്ന പേരിലുള്ള സീരിയലൊക്കെയും 1990-കൾക്ക് ശേഷം നമുക്കത് കാണാൻ കഴിയും. അവരുടെ നോവലുകളാണ് പിന്നീട് സീരിയലായി മാറിയത്. ഇവർ ഒരുപാട് അറ്റാക്കുകൾ ഏറ്റിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് ചില ആൾക്കാർ, യൂറോപ്യൻ സ്കോളേഴ്സുകൾ അവരെ വിളിക്കുന്നത് തുർക്കിയിലെ മാൽക്കം എക്സ് എന്നുള്ള പേരിലാണ്. ഞാൻ എൻ്റെ ബുക്കിൽ അവരെക്കുറിച്ചും ഖാലിദ് ബദ്വാറിനെ കുറിച്ചും ചാപ്റ്ററുകളുണ്ട്. മൂന്നാമതായി ഒരു സ്ത്രീയുടെ പരിചയപ്പെടുത്താം, മർവ കവാച്ചി. ഈ മർവ കവാച്ചി നേരത്തെ പറഞ്ഞ വെൽഫെയർ പാർട്ടിയുടെ ഇലക്ഷനിൽ നിൽക്കുകയും ജയിക്കുകയും പാർലമെൻറ്റിലേക്ക് എത്തുകയും ചെയ്ത സ്ത്രീയാണ്. പക്ഷേ പാർലമെൻറ്റിലേക്ക് എത്തുന്നത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പാർലമെൻറ്റിലേക്ക് അവർ അസംബ്ലിയിലേക്ക് കടന്നു വരികയും അവർ സ്കാർഫ് ധരിച്ച സ്ത്രീ ആയതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പ്രതിപക്ഷങ്ങളെല്ലാം ബഹളം വെക്കുകയും അധികാരം ലഭിച്ച് ജനങ്ങൾ തിരഞ്ഞെടുത്ത് സ്കാർഫ് ഇട്ട് ആ സ്കാർഫിലൂടെ തന്നെ ഇലക്ഷനിൽ പങ്കെടുത്ത് ജനങ്ങൾ തിരഞ്ഞെടുത്ത് അങ്ങനെ റെപ്രസെൻറ്റേറ്റീവായി ഈ അസംബ്ലിയിലേക്ക് കയറി വരുന്ന അവരെ പ്രതിപക്ഷ പാർട്ടികൾ ബഹളം വെച്ച് പോലീസിനെ ഉപയോഗിച്ച് വലിച്ച് പുറത്തിറക്കുകയാണ് ചെയ്തത്. അവർ സ്ത്രീ പിന്നീട് അമേരിക്കയിൽ പോയി അറിയപ്പെട്ട ഒരു സ്കോളറായി മാറി. അവരുടെ നിരവധി രചനകളുണ്ട്. പക്ഷേ വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കർമ്മ എന്ന് പറയാറുണ്ടല്ലോ, രജബ് തയ്യിബ് എർദോഗാൻ അദ്ദേഹത്തിൻ്റെ മകളെ ഫാത്തിമ കവാച്ചിയെ അദ്ദേഹം യൂറോപ്യൻ ഭാഗത്തിൽ, പ്രത്യേകിച്ച് അമേരിക്കയിലൊക്കെ പോകുമ്പോൾ ആ സ്ത്രീയാണ് എർദോഗാൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്ററായി മാറിയത്. ഈ മർവ കവാച്ചിയെ എർദോഗാൻ തിരിച്ചു വിളിക്കുകയും മലേഷ്യയിലെ അംബാസഡറാക്കി മാറ്റുകയും ചെയ്തു. ഇതാണ്, അതായത് മുസ്ലിം സമൂഹത്തിൻ്റെ സെൻറ്റിമെൻറ്റ്സിനെ മാനിക്കാത്ത ഒരു കമാലിസ്റ്റ് ചിന്തയ്ക്കെതിരെയുള്ള ഒരു റിയാക്ഷണറി പ്രവർത്തനവും കൂടി ആധുനിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് തുർക്കിയിൽ നമുക്ക് കാണുവാൻ പറ്റും. ഈ മൂന്ന് പേര്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖാലിദ് ബദ്വാർ, അതുപോലെ തന്നെ ഷുലൈ യുക്സക് ഷെൻഡർ, മർവ കവാച്ചി, ഞാൻ എൻ്റെ ബുക്കിൽ അവരുടെ അവസാന ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കത് വായിക്കാം. ഈ തരത്തിൽ സ്ത്രീവിരുദ്ധമായ കമാലിസ്റ്റ് ചിന്തകളെ പോലും സ്ത്രീകളിൽ നിന്ന് ശക്തമായ ഒരു പ്രതിരോധം തീർത്ത ചരിത്രവും അവിടെയുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് AK പാർട്ടി രൂപപ്പെടുന്നത്. AK പാർട്ടി 2000 ഉണ്ടാകുകയും അവിടെ നജമുദ്ദീൻ അർബക്കാൻ്റെ സാദത്ത് പാർട്ടിയിൽ നിന്ന് വിഭജിക്കുകയും ഫളീല പാർട്ടിയിൽ നിന്ന് വിഭജിക്കുകയും അങ്ങനെ 2000 AK പാർട്ടി, അതായത് അദാലത്ത് വക്കാൽക്കുന്ന പാർട്ടീസ് എന്നാണ് AK പാർട്ടീൻ്റെ ടർക്കിഷ് പേര്. അതായത് ജസ്റ്റിസ് ആൻഡ് ഡെവലപ്മെൻറ്റ് പാർട്ടി എന്നാണ് ഇംഗ്ലീഷ് പറയുക. ഈ AK പാർട്ടി പ്രധാനമായും മുന്നോട്ട് വെച്ചത് അദാലത്ത്, നീതിയും കാൽക്കുന്ന ഡെവലപ്മെൻറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തുർക്കിയുടെ ഭരണഘടനയിലുള്ള കമാലിസ്റ്റ് ചിന്താധാരയുടെ അടിസ്ഥാനത്തിലുള്ള സെക്യുലറിസത്തെ റീഡിഫൈൻ ചെയ്യാൻ അവർ ശ്രമിച്ചു. അതായത് തുർക്കിയുടെ ഭരണഘടനയിൽ ഉണ്ടായിരുന്ന സെക്യുലറിസം ഒരു പാസീവ് സെക്യുലറിസമായിരുന്നു. തങ്ങളുടേതല്ലാത്ത ചിന്തകളെയും ആശയധാരകളെയും ചിന്താധാരകളെയും പ്രത്യയശാസ്ത്രങ്ങളെയൊക്കെ പുറത്തു നിർത്തുന്ന തുർക്കിഷ് ദേശീയത എന്ന ഒരു കപട പേരിൽ ഭരണകൂടത്തെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു തരത്തിലുള്ള ഐഡിയോളജിയായിരുന്നു കമാലിസം, അല്ലെങ്കിൽ തുർക്കിയുടെ സെക്യുലറിസം. അതിനെ പാസീവ് സെക്യുലറിസം എന്നാണ് ആധുനിക തുർക്കിഷ് നിരീക്ഷകർ വിശദീകരിക്കുന്നത്. അതിന് ബദലായി AK പാർട്ടിയുടെ ബുദ്ധിജീവികൾ, പണ്ഡിതന്മാർ ഒരു അസർട്ടീവ് സെക്യുലറിസം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് നമ്മൾ ഇന്ത്യയുടെ ഭരണഘടനയിലുള്ള ഒരു സെക്യുലറിസം ഉണ്ടല്ലോ, നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെയും എല്ലാവരെയും അംഗീകരിക്കുന്ന ഒരു മാനമുണ്ടല്ലോ, ആ ഒരു തരത്തിലേക്ക് തുർക്കിയിൽ AK പാർട്ടി സെക്യുലറിസത്തെ റീഡിഫൈൻ ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞു, അതായത് പീസും ഫ്രീഡവും ഒരുപോലെ വേണം.
ഫ്രീഡം വേണമെങ്കിൽ പീസ് വേണം, സമൂഹത്തിൽ സമാധാനം വേണം, എന്നാലേ അവിടെ സ്വാതന്ത്ര്യം ഉണ്ടാവുകയുള്ളൂ. സ്വാതന്ത്ര്യമില്ലാതെ സമാധാനം ഉണ്ടാവുകയില്ല. ഇത് രണ്ടും വേണമെങ്കിൽ അതിനാവശ്യമായ ഒരു രാഷ്ട്രീയ സാന്നിധ്യമാണ് വേണ്ടത് എന്ന തരത്തിൽ അവർ സെക്യുലറിസത്തെ റീഡിഫൈൻ ചെയ്യുകയും അതിൻ്റെ ഭാഗമായി സ്കാർഫിൻ്റെ ബാൻ നീക്കം ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി എല്ലാ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്കും ഒരുപോലെ ഇടപെടാൻ പറ്റുന്ന രാഷ്ട്രീയ സാന്നിധ്യമാണ് ഉണ്ടായത്. അതായത് കമാലിസം ബാൻ ചെയ്ത കുർദിഷ് രാഷ്ട്രീയ നീക്കങ്ങളെ AK പാർട്ടി 2000-ന് ശേഷം വീണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്തു. കുർദിഷ് ഭാഷ ബാൻ ചെയ്യപ്പെട്ടിരിക്കുകയായിരുന്നു. ഭാഷ അവർക്ക് ബ്രോഡ്കാസ്റ്റോ ടെലികാസ്റ്റോ ഉണ്ടായിരുന്നില്ല. റേഡിയോയിലോ അവരുടെ കരിക്കുലങ്ങളിലോ കുർദിഷ് ഭാഷ ഉണ്ടായിരുന്നില്ല. AK പാർട്ടി ചെയ്തത് കുർദിഷ് ഭാഷയിൽ, കുർദുകളുടെ ഭാഷയിൽ അവിടെ അവർ കരിക്കുലം തയ്യാറാക്കുകയും റേഡിയോയിലും അതുപോലെ തന്നെ ടെലികാസ്റ്റ് ബ്രോഡ്കാസ്റ്റ് അടക്കമുള്ള എല്ലാ മേഖലകളിലും കുർദിഷ് ഭാഷ അംഗീകരിച്ചു. ഇതിൽ മറ്റൊരു കൗതുകം എന്ന് പറയുന്നത്, തുർക്കിയിൽ ഷിയഈ വിഭാഗങ്ങളുണ്ട്. അവരെ അലവികൾ എന്നാണ് വിളിക്കുക. അവർ സാധാരണ ഷിയാക്കൾക്കുള്ള ഏറ്റവും അവാന്തര ഭാഗമായ ഒരു ഭാഗമാണ്, മുഖ്യധാര ഷിയാക്കളല്ല. ഇവരെ മുസ്ലിങ്ങളായി പോലും കമാലിസ്റ്റുകൾ അംഗീകരിച്ചിരുന്നില്ല. അവർക്ക് മതപരമായി ലഭിക്കേണ്ട അവരുടെ സ്ഥാപനങ്ങൾക്കും പള്ളികൾക്കും അവരുടെ വിവിധ ഇൻസ്റ്റിറ്റ്യൂഷൻസിനുമെല്ലാം ലഭിക്കേണ്ട ഗ്രാൻഡോ താരിഫോ ഗവൺമെൻറ് നൽകിയിരുന്നില്ല. ഭരണഘടനപരമായി തന്നെ തടയപ്പെട്ടിരുന്നു. എർദോഗാൻ ചെയ്തത് അതിലും ഒരു മാറ്റം വരുത്തുകയും അവരെയും മുസ്ലിം എന്നായി അംഗീകരിക്കുകയും അവരുടെ ആരാധനാലയത്തെ പ്ലേസ് ഓഫ് വർഷിപ്പ് എന്ന നിലയിൽ അംഗീകരിക്കുകയും ചെയ്തു. അതായത് ഒരു മുസ്ലിം കോം എന്ന് പറയുന്ന തരത്തിലേക്ക് ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമവും നടത്തി. കാരണം അത് കമാലിസ്റ്റുകൾ ബാൻ ചെയ്ത് അവരെ മാർജിനലൈസ് ചെയ്ത ഒരു ചരിത്രമുണ്ടായിരുന്നു. അവരെയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു വന്നത്, തുർക്കിയുടെ ആഭ്യന്തരമായ ഈ മാറ്റത്തിന് പ്രധാന കാരണം കമാലിസ്റ്റ് വിരുദ്ധതയായിരുന്നു. അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, തുർക്കിയിൽ കമാലിസ്റ്റുകൾ ചെയ്ത പരിഷ്കരണങ്ങൾ പലതും അത് സമൂഹത്തിന് ഉപയോഗപ്പെടുന്ന തരത്തിലായിരുന്നില്ല. ഇതൊക്കെ പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോഴും നിങ്ങൾ തുർക്കിയിൽ ചെന്നാൽ തുർക്കിയുടെ മുഖം സെക്യുലർ തന്നെയാണ്. ഇപ്പോഴും നിങ്ങൾ തുർക്കിയിൽ സീരിയലുകളോ എന്ത് കണ്ടാലും യൂറോപ്യനാണ് തുർക്കി. അവിടെ മാറ്റങ്ങളൊന്നുമില്ല. അതിപ്പോൾ ഈ നിലവിൽ ഭരിക്കുന്ന AK പാർട്ടി പോലും അവരൊരു കേരളത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒരു മുസ്ലിം ലീഗ് എന്ന സ്റ്റൈലിൽ പറയാം. മതവിശ്വാസികളുമുണ്ട്, വിശ്വാസമില്ലാത്തവരുമുണ്ട്, ഫെമിനിസ്റ്റുകളുണ്ട്, ലിബറലുകളുണ്ട്. എല്ലാത്തിൻ്റെയും ഒരു സാമ്പാർ മുന്നണി പോലെയാണ് ഭരണകൂടം AK പാർട്ടി. അവരെ ഇസ്ലാമിക പ്രസ്ഥാനം എന്നൊക്കെ വിളിക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അതിനവർ സ്വയം വിശേഷിപ്പിച്ചത് ഞങ്ങൾ കൺസർവേറ്റീവ് ഡെമോക്രാറ്റ്സ് എന്നാണ്. AK പാർട്ടിയുടെ ഭരണഘടനയുണ്ട്. അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി സ്വീകരിച്ചത് കൺസർവേറ്റീവ് ഡെമോക്രസിയാണ്. ഇത് നമുക്ക് പുതുതായിട്ട് തോന്നാം, പക്ഷേ യൂറോപ്പിലൊക്കെയും ഇത് വളരെ പ്രചാരമുള്ളൊരു പദപ്രയോഗമാണ്. യൂറോപ്പിലൊക്കെ ക്രിസ്ത്യൻ ഡെമോക്രാറ്റ് ഉണ്ട്. അവിടെ ക്രിസ്ത്യൻ മതവിശ്വാസികളായ എന്നാൽ പൊളിറ്റിക്കലി ഡെമോക്രാറ്റ്സുകളായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റ്സുകളുണ്ട്. അതിലോട്ടാണ് തുർക്കിക്കാർ ഈ AK പാർട്ടിയും അതുപോലുള്ള സമാന സംഘടനകളും തങ്ങളുടെ രാഷ്ട്രീയ നിരീക്ഷണത്തെ ചേർത്ത് വെക്കുന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾ കൺസർവേറ്റീവ് ഡെമോക്രാറ്റ്സ് ആണ്. വിശ്വാസപരമായി മുസ്ലിം അവരുടെ ഹെറിറ്റേജും ട്രഡീഷനും നോംസും കസ്റ്റംസും പിൻപറ്റുകയും എന്നാൽ പൊളിറ്റിക്കലി ഡെമോക്രാറ്റ്സായി മാറുകയും ചെയ്യുന്ന ഒരു വിഭാഗം എന്ന നിലയിലാണ് അവർ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതുപോലും അവിടുത്തെ കമാലിസ്റ്റ് വിരുദ്ധ ചിന്തയ്ക്ക് ഒരു മറുമരുന്നായിട്ടാണ് ഈ ഒരു ചിന്ത പോലും അവർ സമർപ്പിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഒരു കമാലിസ്റ്റ് തുർക്കിയിൽ നിന്ന് നിരവധി രാഷ്ട്രീയ മാറ്റങ്ങൾ ഉണ്ടാവുകയും നിരവധി ചലനങ്ങൾ ഉണ്ടാവുകയും ഇപ്പോൾ നിലവിൽ കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ബാക്കിയാണെങ്കിൽ പോലും ഏറെക്കുറെ തന്നെ ആൾക്കാരുടെ ശബ്ദങ്ങൾ കേൾക്കാൻ പറ്റുന്ന തരത്തിൽ ഒരു ഭരണകൂടം രൂപപ്പെടുക, അവർക്കിടയിൽ ചില സംഘർഷങ്ങൾ ഉണ്ടെങ്കിൽ പോലും എന്നാൽ പോലും ഏറെക്കുറെ ഇൻക്ലൂസീവ് ആവുന്ന തരത്തിലേക്ക് ഒരു ഭരണകൂടവും ഭരണ സംവിധാനവും ഒരു ആശയധാരയും തുർക്കിയിൽ സജീവമായിട്ടുണ്ട്. ഇതെല്ലാം ഒരു പക്ഷേ തുർക്കിയുടെ നിലവിലുള്ള സാമൂഹ്യ മാറ്റങ്ങൾക്ക് കാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.